ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചൈതന്യ ഡിസൈൻസിലേക്ക് സ്വാഗതം. ഇനി നമ്മളിത് നൊയമ്പ് കാലം വരുന്നതുകൊണ്ട് വൈറ്റ് ഒരു ചുരിദാറിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നമുക്കൊരു സിമ്പിളായിട്ടുള്ള വർക്ക് ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ വർക്ക് ഇഷ്ടമായൊന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇത് ചെയ്യാനായിട്ട് സിമ്പിളാണ്. ഇതിപ്പം 6 നൂലാണ് എടുത്തേക്കണേ. ആങ്കറിൻ്റെ ത്രെഡ് ഇതാണ്, അതിൻ്റെ നമ്പർ 26. അപ്പോൾ സിമ്പിൾ വർക്കാണ്, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതൊന്ന് നമുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. ഒന്നിടവിട്ട സ്ഥലങ്ങളിൽ ഇതിങ്ങനെ ചെയ്തു കൊടുക്കാം നമുക്ക്. ഇത് ഏറ്റവും ഹാൻഡ് വർക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള കുറച്ച് സ്റ്റിച്ചുകളിലൊന്നാണ്. അതുകൊണ്ടാണ് ഞാനിത് ചെയ്തേട്ടോ. ഇത് നമുക്ക് വൈറ്റ് ചുരിദാറിൻ്റെ കൂടെയൊക്കെ പിങ്കൊക്കെ ഇട്ട് ചെയ്യാനായിട്ട് നല്ല അടിപൊളിയായിരിക്കും. ഇത് ചെറിയ വട്ടം മതിയെങ്കിൽ അതിൻ്റെ അനുസരിച്ചുള്ള ഒരു ഇതെടുത്ത് വരയ്ക്കപ്പോൾ ഒന്നുമില്ല. നമുക്ക് ഈ തീരെ ചെറുത് മതിയെങ്കിൽ ഇതുപോലെയൊക്കെ വെച്ചിട്ട് വെച്ചെടുക്കാം. ഇപ്പോൾ വലുത് വേണമെങ്കിൽ നമുക്കിങ്ങനെ പൈസ വെച്ചിട്ട് അതങ്ങ് അതിൻ്റെ വട്ടം വരച്ചെടുത്താൽ മതി. അല്ലാണ്ട് ഇത് ഡിസൈനൊന്നും വരയ്ക്കാനൊന്നും അറിയൊന്നും വേണ്ട കേട്ടോ. ഇതേപോലെ ഇങ്ങനെ ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഒരു വലിയ ഫ്ലവറാണ് ചെയ്തേക്കണേ. ബാക്കിത്തെ എല്ലാം ചെറുതുമായിട്ടോ ചെയ്തേക്കണേ. ഇനി നമുക്കിതിൻ്റെ സ്റ്റെമ്മൊക്കെ ഒന്ന് ചെയ്യാം. ഇപ്പോൾ ആ ഫ്ലവർ ഇത്ര ആക്കി ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒത്തിരി വലുതല്ലാത്ത ഫ്ലവറാണ്, ഇത് കാണാനായിട്ട് ഭംഗി. അപ്പോൾ നമുക്കിടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്കതൊന്ന് ചെയ്യാം. ഈ അടുത്ത് ഞാൻ ഇതിൻ്റെ സ്റ്റെം ഒന്ന് ചെയ്യുവാണ്. സ്റ്റെമ്മ് പക്ഷേ എനിക്കിഷ്ടം ചെയ്യാൻ ബാക്ക് സ്റ്റിച്ചാണ്. ഇതിപ്പം നമുക്ക് സ്റ്റെം സ്റ്റിച്ച് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് അവനവരുടെ ഡിസൈൻ ഭംഗിയൊക്കെ എടുക്കുക. ഇതേപോലെ സ്റ്റെമ്മുകളൊക്കെ പൂർത്തിയാക്കുക. നല്ല സിമ്പിളാണെന്ന്, നല്ല ഭംഗിയായിട്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഡിസൈനാട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ. ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് പറയുകയും വേണം. ഇതേപോലെ ചെയ്യുക. ഇനി നമുക്ക് ഈ ഫ്ലവറിൻ്റെ നടുക്കൊക്കെ ഓരോ ബീഡ്സ് കൊടുക്കാം. ഇത്തിരി പേള് കൊടുക്കുവാണെങ്കിൽ ഇച്ചിരി ഭംഗിയായിരിക്കും. ബീഡ്സ് വേണമെങ്കിൽ അതൊക്കെ അവരവരുടെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ ഡിസൈന് ഭംഗിയാക്കുമല്ലേ ചെയ്യുന്നത്. ചെയ്തു. ഇപ്പോൾ ഇതിന് ലീഫ് കൊടുക്കണമെങ്കിൽ ലീഫ് കൊടുക്കാം. ഞാനിപ്പോൾ ലീഫ് കൊടുക്കുന്നില്ല, പകരം ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് ബീഡ്സാണ് കൊടുക്കാൻ ഉദ്ദേശിക്കണേ.
നമുക്ക് ഇതിന് ചുറ്റുമൊക്കെ പേൾ കൊടുക്കണമെങ്കിൽ പേൾ കൊടുക്കാം, കട്ട് ബീഡ്സ് കൊടുക്കണമെങ്കിൽ കട്ട് ബീഡ്സ് കൊടുക്കാം. അതൊക്കെ അവരവരുടെ ഇഷ്ടം അനുസരിച്ചാണ് ഓരോ വർക്കുകളും ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്തെല്ലാം ഈ പേളാണ് കൊടുക്കണേ. ഈ ഫ്ലവറിൻ്റെ നടുക്കും കൂടി നമുക്ക് ഓരോ പേൾ കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഒരു പേൾ കൊടുക്കാം. ഇനി ഇവിടെ പേള് വേണ്ടെങ്കിൽ നമുക്ക് ഓരോ നോട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അതും ഒക്കെ അവരവരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്കിത് ചെയ്യാം. ഇതേപോലെ ഈ ഡിസൈൻ മൊത്തം നമുക്കൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വർക്ക് ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്